നമസ്കാരം, മച്ചാൻ കുക്കിംഗ് ചാറ്റ്സിന്റെ ബിന്ദുവാണ്. തിരുവനന്തപുരത്ത് നമ്മൾ മുമ്പേരയ്ക്ക് ശേഷം ഡിന്നർ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളെ തേടിയുള്ള യാത്രയിൽ ആദ്യമായിട്ട് വന്നത് പങ്കായത്താണ്. ഇവിടെ 3 ഔട്ട്ലെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വട ഗോസ്, അവിടെ ചായയും കറികളൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പങ്കായത്തിൽ ഒരു ഡൈനിങ് ആണ്, ഫുൾ മെനു ഉള്ള ഒരു ഡൈനിങ് ആണ്. 3 കമ്പാർട്ട്മെന്റ് ആയിട്ടാണ്, ഹാർബർ രീതിയിലാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കഴിക്കാൻ ഇവിടെ ഫുൾ മെനു ഉണ്ട്. കൂടുതൽ ഇവർ സെല് ചെയ്യുന്നത് സീ ഫുഡ് ഐറ്റംസ് ആണ്. അതിൻ്റെ കൂടെ ബീഫ് ഐറ്റംസ് ഉണ്ട്, ചിക്കൻ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ മെനു നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയല്ല, മെനു ഒന്ന് കണ്ട് നോക്ക്. ഒരു ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്നത് പങ്കായത്തു നിന്നാണ്. ബാക്കിയുള്ള യാത്രയിൽ നിങ്ങൾ എന്നോട് ജോയിൻ ചെയ്യുക. അച്ചായൻ കുക്കിംഗ് ചാനൽ. ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും എനിക്ക് കപ്പ ഒരു വീക്ക്നെസ് ആണ്. കപ്പയും മീൻകറിയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. നാടൻ കപ്പ, നല്ല അയിലക്കറി, അതിൻ്റെ കൂടെ നല്ല ചമ്മന്തി. എന്തായാലും ഇത് എൻ്റെ ഡിന്നറായിട്ട് ഇത് ഞാൻ കഴിക്കുകയാണ്. പങ്കായത്തിലെ മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബേസിക്കലി സീ ഫുഡിൻ്റെ ഒരു കണന്തലുണ്ട്, കാന്താരി, ഫിഷ് മോളി, ഫിഷ് ഫ്രൈ, അതുപോലെ ചിക്കൻ ഐറ്റംസ്, പിന്നെ പ്രോൺസ്, കരിമീൻ. വെജിറ്റേറിയൻ ഡിഷ് ഉണ്ട് കേട്ടോ. വെജിറ്റേറിയൻ ഡിഷസ് ഒക്കെ ഉണ്ട്. മലബാർ ബീഫ് റോസ്റ്റ്. പിന്നെ നമുക്ക് അപ്പം കഴിക്കാൻ ചപ്പാത്തി, ഇടിയപ്പം, പത്തിരി, പൊറോട്ട, കോയിൻ പൊറോട്ട. പിന്നെ റൈസ് ഐറ്റംസ് ആണെങ്കിൽ ഫ്രൈഡ് റൈസ്, ടൊമാറ്റോ ഗാർലിക് ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്. അപ്പം അതിൽ നമ്മൾ കപ്പ സെലക്ട് ചെയ്തു, കപ്പ മീൻ കറിയായിട്ട്. അപ്പൊ ഇന്ന് ഞാൻ കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ തമ്പാനൂർ ഷർബാസ് പഞ്ചാബി ലാബയിലാണ് ഉള്ളത്. ഇവിടെ വെജിറ്റേറിയൻ ആൾക്കാർക്ക് രാത്രി 11 വരെ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഇവിടെയുണ്ട്. ഒരു യുണീക്ക് ആയിട്ട് തിരുവനന്തപുരത്ത് പായസം കിട്ടുന്ന സ്ഥലം, രാത്രി പായസം കിട്ടുന്ന സ്ഥലം. ആ പായസം കിട്ടുന്നതിന്റെ കടയുടെ പേര് മാക്കാച്ചി പായസക്കട. രാത്രി 11 മണി വരെ അവിടെ പായസം, വിവിധ തരത്തിലുള്ള പായസം അവിടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോ വിഷു മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെ അവിടെ പായസം ഉണ്ടാവും. പുതിയൊരു ഹാപ്പനിങ് ഏരിയ, MG കോളേജിന്റെ സൈഡിലുള്ള കുറെ തട്ടുകടയുടെ ഏരിയ. ഈ തട്ടുകടയുടെ കണ്ടിട്ട് ഞങ്ങൾ ആദ്യം ചെന്നത് അവിടുത്തെ ഒരു കരിക്കൻ കടയിലാണ്. കരിക്കൻ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അവിടെ. അത് തൊട്ടും ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഏത് തരത്തിലുള്ള നമുക്ക് ഫുഡ് വേണോ നിങ്ങൾക്ക് കഴിക്കാം. കഴക്കൂട്ട് തിരിച്ച് ബിരിയാണി കഴിക്കാനുള്ള, ചെമ്പ് തുറക്കാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ ചെന്ന് പെട്ടത് ഒരു ചെമ്പ് തുറക്കൽ കടയിലാണ്. ഏത് കടയെന്നറിയാം? ബ്രോക്കോ കടയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചെമ്പ് തുറഞ്ഞ് ഒരു ബിരിയാണി പാർസലും വാങ്ങി. ആ പാർസലിന്റെ സ്നേഹത്താൽ ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോവാണ്. ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. രാത്രി 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഒരു ബർഗർ എടുത്താൽ ഒരു ബർഗർ ഫ്രീ. ഞങ്ങളിപ്പോ 1 മണിയായി. അടിപൊളി ബർഗർ ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ച സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള പോക്കാണ്.